ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ഒരു കുഞ്ഞൊരു വ്ളോഗ് ചെയ്യാൻ ചെയ്തു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പുൽക്കൂട് ഉണ്ടാക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കുറേ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇങ്ങനെ പനി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരുവിധം ഒന്ന് ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് രാവിലെ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ഇന്ന് അപ്പവും മുട്ടക്കറി ആയിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനങ്ങനെ ബിരിയാണി അങ്ങനെ കുറേ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴൊക്കെ എനിക്കൊരു 3-4 വട്ടമൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കൂടുതലും നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വട്ടം ഒന്ന് ബിരിയാണിയിലോട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ഇന്നത്തെ വൈകുന്നേരം എന്തെങ്കിലും ക്രിസ്മസ് സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് അമൃത. അപ്പോൾ ഈ പിള്ളേർക്ക് രണ്ടുപേർക്കും സ്കൂള് ഇന്നലെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരും വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരു അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ഇനി ഉച്ചക്കലത്തേക്കുള്ള ബിരിയാണി സ്പെഷ്യൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ്. ഓക്കെ ആണോ? ബിരിയാണി ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അപ്പം ഇനി ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ് വട്ടയപ്പാണ് കേട്ടോ. ഇന്നലെ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്നുപോയി കണ്ടുനോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ പച്ചരി വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഈസിയാണ് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 2 പ്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ബാക്കിയെല്ലാം തീർന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റാണ്. എനിക്ക് പച്ചരിക്കാട്ടി അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റും നല്ലൊരു പഞ്ഞു പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നാരങ്ങാനീരും ഒക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് സവാള. അപ്പൊ സവാള ഞാനൊരു 7-8 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സവാള എല്ലാം നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരേ വലിപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ. ചേട്ടന് ചെറിയ ബിരിയാണി റൈസ് ഇല്ലേ, അതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പൊ ഞാൻ ജീരകശാല അരി വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ബസ്മതി റൈസിനെക്കാട്ടിയും എനിക്കും ഇഷ്ടം ഈ ജീരകശാല റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി വെക്കുമ്പോഴാണ്. ഞാൻ ബിരിയാണി അങ്ങനെ കുറേ ടൈംസ് ഒന്നും ചെയ്തിട്ടില്ല. കുക്കർ ബിരിയാണി ഒരു 3 വട്ടവും പിന്നെ ഇതും കൂടി കൂട്ടി ഒരു 2ാമത്തെ വട്ടമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പം വലിയ ഐഡിയ ഒന്നും ഇല്ലാതാണ് ചെയ്യുന്നത്. എനിക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും അത് ഞാൻ കണ്ണും പൂട്ടി ചെയ്യും. അത്ര കാരണം എപ്പോഴും ഞാൻ അതാണ് വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചോറ് സെപ്പറേറ്റും കറി സെപ്പറേറ്റും വേണം. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. ബിരിയാണിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനകത്ത് കുറേ സ്പൈസസ് ഒന്നും പാടില്ല. അങ്ങനെയാണ് ഇവിടെ ഇവർക്ക് 3 പേർക്കും. പക്ഷെ എനിക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിലിൽ എണ്ണ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സവാള കൂടിപ്പോയി, എന്നാലും സാരമില്ല. അപ്പോൾ സവാള എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണൊന്ന് ഓഫായി പോയായിരുന്നു. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ സവാള വറുത്ത ആ എണ്ണയ്ക്ക് അതൊന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് വഴണ്ട് വരണം. സവാള ഏകദേശം ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഞാൻ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി എടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഈ സമയം തന്നെ നമുക്ക് അരി വേവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അരി ഞാൻ വേറൊരു പാത്രത്തിനാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പാനിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ജീരകശാല അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ബേ ലീവ്, കറുവപ്പട്ട, ഏലക്ക, പിന്നെ ഗ്രാമ്പൂ. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാളയും ആ എണ്ണയും പിന്നെ കുറച്ച് നാരങ്ങാനീരും, ഇത് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഒരു പകുതി വേവ് മതി.
ഞാനൊരു 79% വേവേ ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. പകുതി വേവാകും, കാരണം നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വേവാകുമല്ലോ. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ നമ്മുടെ പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു കളറിന് വേണ്ടിയിട്ടേ അങ്ങനെയും ചെയ്തു വെച്ചു. അപ്പോൾ ആ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇതിനകത്തോട്ട് കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെ കുറച്ച് അരപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും അരപ്പ് വേണമെങ്കിൽ അത്രയും ഒഴിവാക്കാം. ഞാൻ കുറച്ച് അരപ്പ് ഒന്ന് കൂടിപ്പോയി. എന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് നല്ലോണം അമർത്തി ഒന്നും ഇട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട പാലും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ചെറു തീയിൽ ദം ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഒന്ന് സെറ്റാക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ ഫ്രൈ കുറച്ച് ബാക്കി ചിക്കൻ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ചിട്ടൊരു ചിക്കൻ ഫ്രൈ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഒരുവിധം എല്ലാമൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചൺ കിടക്കുന്നുണ്ടില്ലേ, കുളമായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി അതാണ് കേട്ടോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ക്ലീനിങ് ആണ് ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിനകത്ത് പാത്രങ്ങൾ നിറയുന്നതാണ്. ഒരു ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കുറേ പാത്രങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പോന്നു. അപ്പോൾ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ബിരിയാണി എടുത്ത് വിളമ്പാന്ന് വിചാരിച്ചു. പിള്ളേർക്കൊക്കെ വിശപ്പ് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ബിരിയാണി കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് മണം വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഒരു വട്ടം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഫ്ലോപ്പായിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ ആ ചേട്ടൻ ഭയങ്കര സർപ്രൈസ് ചെയ്യപ്പെട്ടു. ഇതെന്താ നീ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരുന്നു. കാരണം ഞാൻ കൂടുതലും നെയ്ച്ചോറാണ്, ചേട്ടന് നെയ്ച്ചോറാണ് ഇഷ്ടം. അതാണ് ഈ ചിരിയൊക്കെ കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയോ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പപ്പടവും പിന്നെ പുതിനയില ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ സലാഡ് ഉണ്ടാക്കിയില്ല, തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് നിന്ന് സലാഡൊന്നും എടുത്തില്ല. പിന്നെ ശിവമോള് പിണങ്ങി അവിടെ ഇരിക്കുകയാണ്, എന്തോ കാര്യത്തിന് ആൾ പിണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിട്ട് തന്നെ ചോറ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകണം. എനിക്കിങ്ങനെ ആകാംക്ഷയായിരുന്നു, എന്താവും എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു കേട്ടോ. ചേട്ടൻ എന്ത് പറയുന്നുള്ളൂ, അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു, എന്താ ഓക്കെ ആണോ, ബിരിയാണി ഓക്കെ ആണോ? ചേട്ടൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബിരിയാണി കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. ഇവർക്ക് സ്പൈസസ് ഒന്നും അധികം ഇഷ്ടമല്ല ചോറിനകത്ത് കിടക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കും അങ്ങനെ, ചേട്ടനും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല സ്പൈസസ് കിടക്കുന്ന കാരണം. പക്ഷേ എനിക്ക് കുറച്ച് സ്പൈസസ് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ട്, അവർക്കും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ശിവമോളും പതിയെ വന്നു കേട്ടോ. ശിവമോൾ എന്തോ പിണങ്ങിയിരുന്നായിരുന്നു, പിന്നെ ആളും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ്. അപ്പം നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ വലിയ രീതിയിൽ വേറെ രീതിയിൽ പുൽക്കൂടൊക്കെ കെട്ടി സ്റ്റാർ നേരത്തെ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ആയപ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് വന്നു. പിന്നെ ആർക്കും ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്നിനും സമയമില്ല. പിള്ളേർക്ക് ഇന്നലെ 2 ദിവസത്തിന് മുമ്പാണ് സ്കൂളൊക്കെ അടച്ചത്. അപ്പോൾ ഇനി ഞങ്ങൾ വൈകുന്നേരം കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യും. പിന്നെ നമ്മൾ വൈകുന്നേരം ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പം നന്നിക്കുട്ടന് മാത്രമേ ആ ഡ്രസ്സ് കിട്ടിയുള്ളൂ, ശിവമോളുടെ ഡ്രസ്സായിരുന്നു. ഈ വട്ടം വലിയ രീതിയിലൊക്കെ ആഘോഷിക്കാനൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ല. എനിക്ക് പനിയായി. ഇനിയിപ്പോൾ അടുത്ത വർഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നല്ലപടിയായിട്ട് നടക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.